ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഡിസംബർ മാസത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 2 വീക്സും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 2023 തീർന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചാലഞ്ചസ് ഒക്കെ അതേപടി ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തേർഡ് വീക്കിലേക്കുള്ള ചാലഞ്ചുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ആ ഒരു ചാലഞ്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുമ്പേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫി സ്ക്വാഡ് ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനോടകം തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസിൽ ഇത്തവണ നമുക്ക് 45 ഡേയ്സ് 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, 4 വീക്സ് റെഗുലർ വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ 21 ഡേയ്സ് ഹാബിറ്റ് ബിൽഡിംഗ് പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നമുക്ക് ഇത്തവണ ഉണ്ട്. പിന്നെ നിങ്ങളൊരു തൈറോയ്ഡ് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു PCOD പേഷ്യന്റ് ആണ്, നിങ്ങളൊരു ഫീഡിംഗ് മദർ ആണെങ്കിൽ അവർക്കൊക്കെ സെപ്പറേറ്റ് ബാച്ചസ് ആണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ ആൻഡ് സപ്പോർട്ടാണ് നമ്മുടെ ടീം തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് കമ്മിറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് നിങ്ങൾക്ക് റീച്ച് ചെയ്യണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ഡ്യൂറേഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂ ഇയർ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 2024 വേണ്ടി നിങ്ങളുടെ ഫിറ്റ്നസ് സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇനി നമ്മുടെ ചാലഞ്ചിന്റെ കാര്യത്തിലോട്ട് നമ്മൾ വരികയാണ്. നോർമലി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു വർക്ക്ഔട്ട് ഓറിയന്റഡ് ചാലഞ്ച് ആയിരുന്നു. വെയിറ്റ് വെച്ചിട്ടുള്ള വർക്ക്ഔട്ട്സ് ആണ് നമ്മൾ ചെയ്തത്. ഒരുപാട് പേർക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വെയിറ്റ് ഒന്നും വെച്ച് ചെയ്യാതെ ജസ്റ്റ് വാക്കിംഗ് മാത്രം ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളൊരു പുതിയ റുട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത്. എപ്പോഴും നമ്മുടെ ബോഡിയെ നമ്മൾ ഒരു പടിക്ക് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ഒരേപോലെയുള്ള വർക്ക്ഔട്ട്, ഒരേപോലെയുള്ള ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുക്കാൻ തുടങ്ങും, നമ്മുടെ ബോഡിക്കും മടുപ്പ് വരാൻ തുടങ്ങും. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് ഡയറ്റുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും LCHF ഡയറ്റ്, അതായത് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. അത് ഒരുപാട് പേര് ചെയ്ത് നോക്കി അവർക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് LCHP ഡയറ്റ് ആണ്, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഈ ഒരു ഡയറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കാലറിയാണ് വരുന്നത്. അതായത് നമ്മൾ പറയുന്ന ഡയറ്റ് അതേപടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതേ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 കാലറിക്കുള്ളിലാണ് ഈ ഒരു ഡയറ്റ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് കാലം ഫോളോ ചെയ്യാൻ പറ്റിയ ഡയറ്റ് അല്ല. മാക്സിമം 7 ഡേയ്സ്, ഇതിന്റെ ടൈം ഉണ്ട്. മാക്സിമം 7 ഡേയ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ 10 ഡേയ്സ്, അല്ലെങ്കിൽ 14 ഡേയ്സ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡയറ്റ് ഫോളോ ചെയ്യരുത്. അപ്പൊ ഈ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ പെടുന്നവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡയറ്റ് ആണിത്. കാരണം നമ്മൾ വളരെ കുഞ്ഞു ഡ്യൂറേഷനിലേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് 1 മാസം 2 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരാളാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഡയറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ദിവസം ബ്രേക്ക് എടുത്ത് വീണ്ടും നിങ്ങൾ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പെട്ടെന്ന് ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഡയറ്റ് ആണ്. പക്ഷേ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ഡിസ്ക്ലെയിമർ പറയാണ്, ഒരുപാട് കാലം ഇത് ഒരുമിച്ച് ഫോളോ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓരോ മാസം വേണമെങ്കിൽ 1 വീക്ക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ ഒരു 3rd വീക്ക് കംപ്ലീറ്റ്, അതായത് 7 ഡേയ്സിലേക്ക് ചെയ്യാനുള്ള ഒരു ഡയറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാക്സിമം റിസൾട്ട് കിട്ടുന്ന ഒരു ഡയറ്റ് ആണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയിരിക്കും ഇത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതൊരു 1000 കാലറി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയറ്റ് സെയിം ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1000 കാലറിക്കുള്ളിലാണ് നിങ്ങൾ കഴിക്കേണ്ടി വരിക. പക്ഷെ ചിലരുടെ ഫുഡ് പ്രിപ്പറേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പുട്ടുണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ പുട്ടുണ്ടാക്കുന്നത്. ചിലർ ദോശ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഗീ ആഡ് ചെയ്യും, ചിലർ ഗീ ആഡ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുമ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിന്റെ കലറീസിലും ഡിഫറെന്റ് വരും. അപ്പൊ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ലോജിക് ആയിട്ട് തിങ്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ വാരി ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇതൊരു 1100 ആവാം, ചിലപ്പം 1000 കുറഞ്ഞ് ചിലപ്പോൾ ഒരു 900 ഒക്കെ വരാനും ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ലോ കലോറി ആയിട്ടുള്ള ഡയറ്റുകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കും, നിങ്ങൾ റിലീജിയസ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാറില്ലേ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം കുടിക്കണം. വെള്ളവും കുറഞ്ഞു ഭക്ഷണവും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഹെൽത്ത് പോകും, നമ്മൾ ഒത്തിരി ടയേർഡ് ആവും, നമ്മൾ ഈ ഒരു റുട്ടീൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണ്, നല്ല രീതിയിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ക്ഷീണമില്ലാതെ തന്നെ ഇതുപോലെയുള്ള ഡയറ്റുകളൊക്കെ ഒരു നിശ്ചിത ഡ്യൂറേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓവർ എക്സോസ്റ്റഡ് ആവാനും പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലോ കലോറി ഡയറ്റ് ആണ്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഡയറ്റിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കലോറി ഡെഫിസിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള ഡയറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ എക്സോസ്റ്റഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വർക്ക്ഔട്ട് എന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. ഒരു 30 മിനിറ്റ്സ് വാക്കിംഗ് ഒക്കെ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലുള്ള നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ മാക്സിമം ഒരു 15 to 30
മിനിറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രോപ്പർ റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. 6 to 8 hours ഓഫ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതും നല്ല പ്രോപ്പർ ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഫൈനൽ തിങ് ആയിട്ട് പറയാനുള്ളത് എഗെയിൻ ആ ഒരു സെയിം സംഭവം തന്നെയാണ്. ഒരുപാട് കാലം സസ്റ്റൈനബിൾ ആയിട്ട് ഇങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക. മാക്സിമം 7 days, 10 days അല്ലെങ്കിൽ 14 days ഇത്രയാണ് ഈ ഒരു ഡയറ്റ് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡ്യൂറേഷൻ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡയറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഡയറ്റിന്റെ ഒരു അനാട്ടമി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഒരു മെനു, പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വേറൊരു മെനു, പിന്നെ സൺഡേയിലേക്ക് വേറൊരു മെനു. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡയറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചെറുപയർ ദോശയാണ്. ഒരു 2 എണ്ണം വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ ചെറുപയർ ദോശ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ പിന്നെ ഹാൻഡിൽ നെയിം കൊടുക്കാം. ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഷോർട്ട് റെസിപ്പീസും ഷോർട്ട് കോണ്ടന്റ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ചെറുപയർ ദോശ 2 എണ്ണം നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾ കഴിക്കേണ്ട ടൊമാറ്റോ ചട്നിയാണ്. ഇനി അതല്ലെങ്കിൽ റവ ഇഡ്ഡലി നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഒരു 2 എണ്ണം വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് സാമ്പാർ കഴിക്കാവുന്നതാണ്, 1 കപ്പ് സാമ്പാർ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസൻ ചില്ലിയാണ്. അതായത് നമ്മുടെ കടലമാവിന്റെ ദോശ, കുറച്ച് കട്ടിയായിട്ടുള്ള ദോശയായിട്ട് നമ്മൾ ചുട്ടെടുക്കും. അപ്പൊ അതാണ് കഴിക്കേണ്ടത്. അത് 1 എണ്ണം വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഓറഞ്ച് അല്ലെങ്കിൽ റോബസ്റ്റ ബനാന. ഓറഞ്ച് ആണെങ്കിൽ ഒരു 1 മീഡിയം നിങ്ങൾക്ക് കഴിക്കാം. റോബസ്റ്റ ആണെങ്കിൽ, ചെറിയ റോബസ്റ്റ ആണെങ്കിൽ 2 എണ്ണം കഴിക്കാം. വലിയ റോബസ്റ്റ ആണെങ്കിൽ 1 എണ്ണം കഴിച്ചാൽ മതിയാവും. ഇനി ലഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കീനുവ വെജിറ്റബിൾ ഉപ്മാവാണ്. ഇതിന്റെ റെസിപ്പിയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചപ്പാത്തി എഗ് വെജിറ്റബിൾ റോളാണ്. അതായത് ഒരു ചപ്പാത്തിക്കകത്ത് നമ്മൾ എഗ് ബുർജി ഇല്ലേ, അത് റോൾ ചെയ്തിട്ട് കഴിക്കുക. ആ എഗ് ബുർജി ഉണ്ടാക്കുമ്പോൾ 2 എഗ് എടുക്കാം. ചപ്പാത്തി ആണെങ്കിൽ 1 എണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ സാലഡ് ആണ്. അപ്പൊ അതിനൊരു പ്രോട്ടീൻ ടച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ ചിക്കൻ വെജിറ്റബിൾ സാലഡ് എടുക്കാം, അല്ലെങ്കിൽ എഗ് വെജിറ്റബിൾ സാലഡ് കഴിക്കാം, അതല്ലെങ്കിൽ സോയ വെജിറ്റബിൾ സാലഡ് കഴിക്കാം. ഇനി ഈവനിങ് സ്നാക്ക് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടത് മിക്സഡ് നട്ട്സ് ആണ്. അത് എന്ത് ടൈപ്പ് നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. കാഷ്യൂസ് അല്ലെങ്കിൽ ആൽമണ്ട്സ്, വാൾനട്ട്സ്, എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കഴിക്കാം. ഒരു 10 എണ്ണം, മാക്സിമം ഒരു 10 എണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിന്റെ കൂടെ നിങ്ങൾക്ക് ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ഡിന്നർ ആയിട്ട് നമ്മൾ കഴിക്കുന്നത് റാഗി ആപ്പിൾ സ്മൂത്തി അല്ലെങ്കിൽ ഓട്സ് ആപ്പിൾ സ്മൂത്തി. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസിൽ നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് ഈ ഒരു 3 ദിവസം ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ മെനു ആണ്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടത് എഗ് ബുർജി വിത്ത് വെജിറ്റബിൾസ് ആണ്. നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും വെജിറ്റബിൾസ്, ടൊമാറ്റോ, പിന്നെ സവാള ഒക്കെ നമ്മൾ ആഡ് ചെയ്യല്ലോ. അതുപോലെ നമുക്ക് കഴിക്കാം. അതിന്റെ കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ചന സാലഡ് ആണ്. അതായത് നമ്മുടെ കടലയില്ലേ, നമ്മൾ സാധാരണ വീട്ടിൽ കറി ഉണ്ടാക്കുന്ന കടല, അതിന്റെ സാലഡ്, നോർമൽ നമ്മൾ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി 1 കപ്പ് കടല നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം സാലഡ്, അതായത് ചെറുപയർ, നമ്മൾ മുളപ്പിച്ച ചെറുപയറില്ലേ, അത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ സാലഡ്. ഇതൊക്കെ നമ്മൾ നോർമലി കഴിക്കുന്നതായിരിക്കും. അപ്പൊ അതാണ് 3 ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. ഇനി നമ്മൾ മിഡ് മോർണിംഗ് സ്നാക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒരു ആപ്പിൾ, ഒരു മീഡിയം സൈസ് ആപ്പിൾ കഴിക്കാം, അതല്ലെങ്കിൽ ഗ്രേപ്സ് കഴിക്കാം. ഗ്രേപ്സ് ആണെങ്കിൽ മാക്സിമം 10 എണ്ണം വെച്ച് കഴിക്കാൻ പാടുള്ളൂ. ഇനി ലഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു 3 ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് കഴിക്കാം. പക്ഷെ അത് എന്താ പറയാ, ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമായിട്ട് റൈസ് ചുരുക്കാം. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. ഇത് നമ്മൾ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസിന്റെ അളവ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ റൈസ് ഓപ്ഷൻ തരുന്നുണ്ട്. റൈസ് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ റൈസ് തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റൈസ് ആണ്. അത് ബ്രൗൺ റൈസ് തന്നെ നിങ്ങൾ കഴിക്കാൻ നോക്കുക. അതൊരു 6 ടേബിൾ സ്പൂൺ റൈസ് നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് സാമ്പാർ, അല്ലെങ്കിൽ സോയ, അല്ലെങ്കിൽ പനീറിന്റെ കറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൾസ് കറി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതൊരു കപ്പ് നിങ്ങൾക്ക് കഴിക്കാം. ഇതിന്റെ കൂടെ മസ്റ്റ് ആയിട്ടും വെജിറ്റബിൾ സാലഡ് നിങ്ങൾ ആഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചപ്പാത്തി, അതിന്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ പൾസ് കറിയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ എഗ് കറിയോ എന്താണോ നിങ്ങൾക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിന്റെ കൂടെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ യോഗേർട്ട് അല്ലെങ്കിൽ കേർഡ് ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ കൂടെ മസ്റ്റ് ആയിട്ടും വെജിറ്റബിൾ സാലഡ് ആഡ് ചെയ്യുക. ഇനി ഈവനിങ് സ്നാക്കിലോട്ട് പോവുകയാണെങ്കിൽ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ ഫിഗ്സ് കഴിക്കാം, അതുപോലെ തന്നെ റേസിൻസ് കഴിക്കാം. എന്താണോ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു 10 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക, ചപ്പാത്തി ഓർ റൈസ് ആണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിന്നർ നമ്മൾ വളരെയധികം ലൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു 3 ഡേയ്സിൽ നിങ്ങൾക്കുള്ള ഡിന്നർ ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പുകളാണ്, ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സൂപ്പ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് കഴിക്കാം, അതല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം, അതല്ലെങ്കിൽ മഷ്റൂം സൂപ്പ് കഴിക്കാം, അതും അല്ലെങ്കിൽ ടൊമാറ്റോ വെജിറ്റബിൾ സൂപ്പ് നിങ്ങൾക്ക് കഴിക്കാം.
അപ്പൊ ഇതിന്റെ ഒരു അളവ് വരുന്നത് 250 ml ആണ്, ഏകദേശം ഒരു ബൗള് വരും. ഇനി സൺഡേ മെനുവിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഓട്സ് ആപ്പിൾ ബനാന സ്മൂത്തി, അതൊന്ന് ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ റാഗി സ്മൂത്തി. റാഗി സ്മൂത്തിയുടെ റെസിപ്പി ഇതിന് മുമ്പ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. അതൊരു ഗ്ലാസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, ഒരു 200 ml വരും. മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് വാട്ടർമെലൺ ആണ്, ഒരു ബൗള് വാട്ടർമെലൺ നിങ്ങൾക്ക് കഴിക്കാം. ഇനി ലഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് ലവ് മീൽ ഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ക്വാണ്ടിറ്റി കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. അതിപ്പോ എന്ത് വേണമെങ്കിലും ആവട്ടെ, എന്താണോ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മൈൻഡ്ഫുൾ ആയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനി വൈകുന്നേരത്തെ സ്നാക്കിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ മിക്സഡ് സീഡ്സ് ആണ് കഴിക്കുന്നത്. അത് ഏത് തരത്തിലുള്ള സീഡ്സും ആവാം. സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അല്ലെങ്കിൽ വാട്ടർമെലൺ സീഡ്സ്, എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു 2 ടീസ്പൂൺ നിങ്ങൾക്ക് കഴിക്കാം. അപ്പൊ ഇനി ഡിന്നർ ആയിട്ടുള്ള 3 ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ നിങ്ങൾക്ക് എഗ് വെജിറ്റബിൾ സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ കോൺ വെജിറ്റബിൾ സാലഡ് കഴിക്കാം, അതല്ലെങ്കിൽ ചന വെജിറ്റബിൾ സാലഡ് കഴിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡയറ്റ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ബ്രേക്ക്ഫാസ്റ്റിലും ഡിന്നറിലും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഉച്ചയ്ക്കാണ് നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നത്. അതും നമ്മുടെ എല്ലാ ഐറ്റംസിലാണെങ്കിലും കുറച്ചും കൂടെ പ്രോട്ടീൻ ടച്ച് കൂടുതലായിരിക്കും, പ്രോട്ടീൻ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഒട്ടും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് പ്രോട്ടീൻ. അതുകൊണ്ടാണ് ഞാൻ LCHF മാറ്റി LCHP ഡയറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു 7 days നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കുക. എത്ര റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഇത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന, പ്രത്യേകിച്ച് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം. അതായത് പ്രോപ്പർ ഹൈഡ്രേഷൻ, പ്രോപ്പർ സ്ലീപ്പ്, പ്രോപ്പർ റെസ്റ്റ്, ഈ ഒരു റൂളുകളൊക്കെ പാലിച്ച് നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും ഇത്. അത് നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് തരുന്ന ഒരു ഡയറ്റും കൂടിയായിരിക്കും. അപ്പൊ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പൊ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.